വാവൊത്തി ചിരിച്ച്, അതായത് അൻസിബയെ കളിയാക്കിക്കൊണ്ട് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ആ പോസ്റ്റ് മറ്റൊന്നുമല്ല, റാസൽ കൈമയിലെ കാന്താരി റെസ്റ്റോറന്റിൽ 2025 നവംബർ 2 ഡേറ്റ് ഉൾപ്പെടെ നടന്ന പരിപാടിയിലേക്ക് ലക്ഷ്മിപ്രിയയുടെ കൂടെ വരാൻ നിന്നെ ക്ഷണിച്ചിരുന്നുവല്ലോ. ഇവിടെ റാസൽ കൈമ സിനിമാ മേഖലയിലെ ചില വ്യക്തികളെയും പെൺകുട്ടികളെയും ലക്ഷ്യം വെച്ച്, മനസ്സിലായോ, സിനിമാ മേഖലയിലെ ചില വ്യക്തികളെയും പെൺകുട്ടികളെയും ലക്ഷ്യം വെച്ച് ദുബായ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു വലിയ മാഫിയ സംഘത്തിൽ ലക്ഷ്മി പ്രിയയ്ക്ക് പങ്കുണ്ടെന്ന, അതായത് ഫീൽഡിലായാലും ഓൺ സ്ക്രീനിലായാലും ഓഫ് സ്ക്രീനിലായാലും എന്നോടൊപ്പം എന്ന് പറഞ്ഞുകൊണ്ട് ലാലേട്ടന്റെ സപ്പോർട്ട്. നമസ്കാരം, അൻസിബ ഹസൻ. അങ്ങനെ അവസാനം നമ്മുടെ ലക്ഷ്യപ്രിയയ്ക്ക് 8ന്റെ പണി കിട്ടിയിരിക്കുകയാണ്. 8ന്റെ പണി എന്ന് വെച്ച് കഴിഞ്ഞാൽ 8 അല്ല 16ന്റെ പണി എന്ന് പറയേണ്ടതായിട്ട് വരും. അതായത് ഇപ്പോ ഈ അൻസിബ ലാസ്റ്റ് കൊടുത്ത ഒരു കേസ്, അത് ചില്ലറ കേസല്ല, അത് നല്ല ശക്തമായ ഒരു കേസാണ്. സ്ത്രീത്വത്തെ അപമാനിക്കുക, വ്യക്തിഹത്യ, ഇതൊക്കെ എന്ന് വെച്ചാൽ കള്ളപ്രചരണം നടത്തുക. ഒരു വിവാഹം കഴിക്കാത്ത ഒരു പെൺകുട്ടിയെ കുറിച്ച് ഇതുപോലെ ഒരു മീഡിയയിൽ വന്ന് കള്ളപ്രചരണം നടത്തിയതോടുകൂടി ഇതിൽ പിന്നീട് അൻസിബ കേസ് കൊടുത്തതോടുകൂടി ഇതിനകത്ത് ലക്ഷ്മിപ്രിയയുടെ അറസ്റ്റ്, ലക്ഷ്മിപ്രിയക്കെതിരെ കേസെടുക്കാനും ജാമ്യമില്ലാ വകുപ്പ് ചുമത്തി അറസ്റ്റ് ചെയ്യാനുമുള്ള ചാൻസുകൾ വളരെ വളരെ കൂടുതലാണെന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഇന്നലെ ഈ പറയുന്ന ലക്ഷ്മിപ്രിയ പറഞ്ഞ ഒരു വ്യക്തിയുണ്ട്, അതായത് അൻസിബയുടെ സുഹൃത്തു കൂടിയായ മിഥിൽ രാജ് അബ്ദുൾ, ഇതാണ് ആ പുള്ളിയുടെ പേര്. ആ പുള്ളി ഇതിനെ പ്രതികരിച്ചുകൊണ്ട്, അതായത് അന്ന് ലാസർ കൈമയിൽ എന്താണ് അൻസിബ ഈ പറയുന്ന ലക്ഷ്മിപ്രിയയുടെ ജോലി, അൻസിബ നീ ഇതൊക്കെ എന്തിനു ഒളിച്ചു വെക്കുന്നു, ഇതൊക്കെ തുറന്നു പറ, നീയും ഈ പറയുന്ന ലക്ഷ്മിപ്രിയയുമായിട്ട് ഉടക്കാനുള്ള യഥാർത്ഥ കാരണം നീ എന്തിനു മറച്ചു വയ്ക്കുന്നു, നിനക്ക് പറയാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ പറയും എന്ന് പറഞ്ഞുകൊണ്ട് രണ്ട് പോസ്റ്റുകൾ ഇട്ടിട്ടുണ്ട്. അതിനകത്ത് ഒരു പോസ്റ്റിനകത്ത് ലക്ഷ്മിപ്രിയ കൊടുത്ത പരാതിയുടെ പകർപ്പും വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതിനെക്കുറിച്ച് വായിക്കുക. അതിനകത്ത് ലാസർ കൈമയിൽ നമ്മുടെ സുപ്രസിദ്ധ നടിക്ക് എന്താണ് പരിപാടി എന്നുള്ളതിനെ കുറിച്ചുള്ള സൂചനകൾ അതിനുണ്ട്. ഇത് സംഭവം വായിക്കുന്നതിന് മുമ്പ് ലക്ഷ്മിപ്രിയ, ഞാൻ ഇപ്പോൾ ഈ ഒരു വീഡിയോ ഇടുന്നതിന് മുമ്പ് ആരെങ്കിലും പുതിയ പോസ്റ്റുകളോ പുതിയ വാർത്തകളോ വന്നിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ ലക്ഷ്മിപ്രിയയുടെ ഫേസ്ബുക്ക് പോസ്റ്റിലേക്ക് പോയപ്പോൾ 7 മിനിറ്റ് മുമ്പ് ലക്ഷ്മിപ്രിയ ഇട്ട ഒരു പോസ്റ്റാണ്. അതും എന്ന് പറഞ്ഞുകൊണ്ട് ചിരിക്കുകയല്ലേ ചെയ്യുന്നത്, ഇങ്ങനെ വാവൊത്തി ചിരിച്ച്, അതായത് അൻസിബയെ കളിയാക്കിക്കൊണ്ട് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ആ പോസ്റ്റ് മറ്റൊന്നുമല്ല, അൻസിബയ്ക്ക് തിരിച്ചടി, ടിനി ടോമിനെതിരെ കേസെടുക്കാനാവില്ലെന്ന് പോലീസ് റിപ്പോർട്ട്. ഈ ഒരു സാധനം, ഈ ഒരു പോസ്റ്റിനെ എടുത്തു വെച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, പിന്നീട് അതും പോയോ എന്ന് പറഞ്ഞുകൊണ്ട് ചിരിക്കുന്നു. നിന്റെ ഈ ചിരി നീ എത്രയൊക്കെ കിടന്ന് കിണിച്ചാലും ജനം, ഈ ഉള്ള ജനങ്ങൾ 99.9% ജനങ്ങളും അൻസിബയുടെ കൂടെയാണ്. അവൾക്ക് അത് മതിയാവും. ഒന്ന്. രണ്ടാമത് കേസെടുത്തില്ല എന്ന് പറഞ്ഞ് നീ ചിരിക്കുന്നില്ലേ? നിന്നെ ജാമ്യമില്ല വകുപ്പ് ചാർത്തി നിന്നെ ഇവിടെ നിന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുമ്പോൾ നമ്മളെല്ലാരും ചിരിച്ച് പോസ്റ്റ് ഇട്ട് കളിക്കും. അന്ന് ഈ 1-2 പോസ്റ്റ് ഒന്നും ആയിരിക്കത്തില്ല, അന്ന് സോഷ്യൽ മീഡിയ മുഴുവൻ താങ്കളെ അറസ്റ്റ് ചെയ്ത് പോകുന്ന പോസ്റ്റ് ആയിരിക്കും. നോക്കി അത് വിദൂരമല്ല. എന്തായാലും ഇതിൽ കേസെടുക്കില്ല എന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. ഇപ്പോ അൻസിബ കൊടുത്ത കേസ്, താങ്കൾ പറഞ്ഞ ആരോപണം ശരിയാണെങ്കിൽ കൂടി താങ്കൾക്ക് വന്ന് മറ്റൊരു വിവാഹം കഴിക്കുന്ന ഒരു വ്യക്തിയെ, അതൊക്കെ അതിവിടെ വ്യക്തി സ്വതന്ത്രമാണ്. ഇവിടെ വന്ന് ഇങ്ങനെ വിളമ്പാൻ പാടില്ല എന്നൊരു നിയമമുണ്ട്. അവൻ പോലും കഴിക്കാത്ത ഒരു പെൺകുട്ടിയാണ്. ആ പെൺകുട്ടിയെ കുറിച്ച് ഇങ്ങനെ മീഡിയയിൽ വന്നിരുന്ന് പ്രചരണം അഴിച്ചു വിടുമ്പോൾ, അല്ലെങ്കിൽ വ്യക്തിഹത്യ ചെയ്യുമ്പോൾ, സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിൽ പറഞ്ഞ അമ്മയാണ് ജാമ്യമില്ല വകുപ്പ് വെച്ച് നിങ്ങൾ അകത്താകുമെന്നുള്ളത്. ഇനിയാണ് നമുക്ക് മിഥിൽ രാജ് അബ്ദുൾ എന്ന് പറയുന്ന ആ പുള്ളിയുടെ പോസ്റ്റിലേക്ക് പോവാം. ആ പുള്ളി എന്താണ് പോസ്റ്റ് ഇട്ടത്? സത്യം പറഞ്ഞാൽ 2 പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അതിൽ ഒരു പോസ്റ്റ് എന്ന് പറയുന്നത് ഈ നമ്മുടെ പോലീസ് സ്റ്റേഷനിൽ എത്തിയപ്പോൾ ഉണ്ടായ സംഭവം, ഞാൻ അപ്പോൾ അവിടെ ഇല്ലായിരുന്നു, 2 മണിക്ക് ശേഷമാണ് എന്നെ അറിയിച്ചത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു പോസ്റ്റ്. ഓക്കെ, ആദ്യം നമുക്ക് ആ ഒരു പോസ്റ്റ് ഒന്ന് വായിക്കാം. ഈ കാണുന്ന ഈ പുള്ളിയാണ് മിഥിൽ രാജ് അബ്ദുൾ എന്നോ, ഇതാണ് ഈ പുള്ളിയാണ് അവർ പരാമർശിച്ചത് എന്നുള്ളതാണ്. ഓക്കെ, പുള്ളി രണ്ടാമതിട്ടിങ്ങനെ പോസ്റ്റ് വായിക്കുകയാണെങ്കിൽ, അൻസിബ സത്യം മറച്ചു വെച്ച് നീ ആരെയാണ് സംരക്ഷിക്കുന്നത്? ലക്ഷ്മിപ്രിയ വിഷയത്തിലെ നിന്റെ മൗനം ആപത്താണ്. അതായത് നിനക്ക് അറിയാനുള്ളതെല്ലാം നീ തുറന്നു പറയണം എന്നുള്ളതാണ്. പ്രിയ അൻസിബ, നീ ഇന്ന് അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളുടെ എല്ലാം ഉത്തരം നിന്റെ മൗനത്തിലുണ്ട്. അതായത് എല്ലാ പ്രശ്നത്തിനും
നിന്റെ കയ്യിൽ ഉത്തരമുണ്ട്, പക്ഷെ നീ മൗനം പാലിക്കുന്നു എന്നുള്ളതാണ്. ഇത്രയേറെ അനുഭവിച്ചിട്ടും ആരെ സംരക്ഷിക്കാനാണ് നീ ഇനിയും സത്യങ്ങൾ മറച്ചു വെക്കുന്നത്? എന്താണ് സത്യങ്ങൾ എന്നുള്ളതാണ്. ലക്ഷ്മിപ്രിയവുമായുള്ള വിഷയത്തിൽ നിന്റെ നിലപാടുകൾ പലപ്പോഴും അവ്യക്തമാണ്. മനസ്സിലായോ? ചില കാര്യങ്ങൾ തുറന്നു പറയാൻ നീ ഇനിയെങ്കിലും തയ്യാറാണ്. അതിനർത്ഥം പല രഹസ്യങ്ങളും ലക്ഷ്മിപ്രിയയെ പറ്റി ഈ പറയുന്ന അൻസിബയ്ക്ക് അറിയാം എന്നുള്ളതാണ്. റാസൽ കൈമയിലെ കാന്താരി റെസ്റ്റോറന്റിൽ 2025 നവംബർ 2 ഡേറ്റ് ഉൾപ്പെടെ നടന്ന പരിപാടിയിലേക്ക് ലക്ഷ്മിപ്രിയയുടെ കൂടെ വരാൻ നിന്നെ ക്ഷണിച്ചിരുന്നുവല്ലോ. ഇവിടെ റാസൽ കൈമ, മനസ്സിലായില്ല, അവിടെ ഒരു പരിപാടിക്ക് ലക്ഷ്മിപ്രിയ ഈ പറയുന്ന അൻസിബയെ ക്ഷണിച്ചു. ആ ക്ഷണം നീ എന്തുകൊണ്ട് നിരസിച്ചു? അതിന് ഉത്തരം നീ പറഞ്ഞു കഴിഞ്ഞു. എന്നതിന്റെ യഥാർത്ഥ കാരണം എന്താണ്? അതായത് ലക്ഷ്മിപ്രിയ ആ ഒരു ക്ഷണം ഉണ്ടായിരുന്നു, അവിടെ നീ എന്തിനു നിരസിച്ചു? അതിന്റെ ഉത്തരം നീ വിശദീകരിക്കണം. ആ ഉത്തരത്തിലാണ് ഇതിന്റെ എല്ലാത്തിന്റെയും കാവൽ കിടക്കുന്നത് എന്നുള്ളതാണ്. സിനിമാ മേഖലയിലെ ചില വ്യക്തികളെയും പെൺകുട്ടികളെയും ലക്ഷ്യം വെച്ച്, മനസ്സിലായോ, സിനിമാ മേഖലയിലെ ചില വ്യക്തികളെയും പെൺകുട്ടികളെയും ലക്ഷ്യം വെച്ച് ദുബായ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു വലിയ മാഫിയ സംഘത്തിൽ ലക്ഷ്മിപ്രിയയ്ക്ക് പങ്കുണ്ടെന്ന വിവരം, മനസ്സിലായോ? ഇത് ചെറിയ ആരോപണമല്ല. സിനിമാ മേഖലയിലെ ചില വ്യക്തികളെയും പെൺകുട്ടികളെയും ലക്ഷ്യം വെച്ച് ദുബായ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു വലിയ മാഫിയ സംഘത്തിൽ ലക്ഷ്മിപ്രിയയ്ക്ക് പങ്കുണ്ടെന്ന വിവരം നീ അറിഞ്ഞത് മുതലാണോ നിന്റെ ഈ പ്രശ്നങ്ങൾ ആരംഭിച്ചത്? മനസ്സിലായോ? അതുകൊണ്ടാണോ ലക്ഷ്മിപ്രിയ നിന്നെ ടാർഗറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഇക്കാര്യങ്ങൾ തുറന്നു പറയാൻ നീ എന്തിനു മടിക്കുന്നു? ഓക്കെ, ദുബായിൽ പോയപ്പോൾ ഫോട്ടോ എടുത്തിരുന്നോ എന്ന വളരെ ലളിതമായ ചോദ്യം ചോദിച്ചതിന് ലക്ഷ്മിപ്രിയ നിനക്കെതിരെ കേസ് നൽകിയത്. ആ പരാതിയുടെ ഉള്ളടക്കം എന്താണെന്ന് പൊതുജനങ്ങൾക്ക് മുന്നിൽ വെളിപ്പെടുത്താൻ നീ തയ്യാറുണ്ടോ? ആ പരാതിയുടെ അന്ന് റാസൽ ഖൈമയിൽ നടന്ന സംഭവങ്ങളുടെ ചിത്രങ്ങൾ പുറത്തു വരുമെന്ന ഭീതിയിലാണോ ലക്ഷ്മിപ്രിയ ചിത്രങ്ങൾ പുറത്തു വരുമെന്ന ഭീതിയിലാണോ ലക്ഷ്മിപ്രിയ ഇത്തരം ഒരു കേസിന് മുതിർന്നത്? തന്റെ രഹസ്യങ്ങൾ നിന്റെ കൈവശം ഇല്ലെന്ന് ഉറപ്പുവരുത്താനാണോ അവർ നിയമത്തെ കൂട്ടുപിടിച്ചത്? ഓക്കെ, അതായത് ആ ഫോട്ടോ എന്നൊക്കെ ചോദിക്കുന്ന, അങ്ങനെ ഒരു ഫോട്ടോ ഇല്ല, ഉണ്ടെങ്കിൽ തരട്ടെ, അതുകൊണ്ടാണോ ചോദിച്ചത് എന്നുള്ളതാണ്. കൂടാതെ ലക്ഷ്മിപ്രിയയുടെ സുഹൃത്തായ ആശാ തൃപ്പൂണിത്തറ നിനക്ക് നൽകിയ വിവരങ്ങളും ശ്രദ്ധേയമാണ്. ആരാണ് ഈ ആശാ തൃപ്പൂണിത്തറ? ഓക്കെ, മകളുടെ പേരിൽ നടത്തുന്ന സൊസൈറ്റിയുടെ മറവിൽ നടക്കുന്ന മണി ലോണ്ടറിംഗ് ഉൾപ്പെടെയുള്ള സാമ്പത്തിക ഇടപാടുകൾ അറിഞ്ഞ നിമിഷം മുതലാണോ നിങ്ങൾ തമ്മിലുള്ള അകലം വർദ്ധിച്ചത്? ഇത് ചെറുതൊന്നുമല്ല കേട്ടോ. അതായത് മകളുടെ പേരിൽ നടത്തുന്ന സൊസൈറ്റിയുടെ മറവിൽ നടക്കുന്ന മണി ലോണ്ടറിങ് പലരെയും ഒരുപാട് പേരെ പറ്റിച്ചുകൊണ്ട് ഇപ്പൊ മണി ലോണ്ടറിങ്ങും എന്തോ ഒരു സൊസൈറ്റിയുടെ ബേസും പറയുന്നുണ്ട്. ഈ സാമ്പത്തിക തിരിമറികൾ എന്തുകൊണ്ടാണ് നീ ഇതുവരെ പുറത്തറിയിച്ചില്ല? അൻസിബായി ഇനിയും ഏറെ കാര്യങ്ങൾ പറയാനുണ്ട്. ടിനി ടോമിനെതിരെ ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങളിലെ നിന്റെ നിലപാട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വരും ദിവസങ്ങളിൽ ചർച്ചയാകും. ഓക്കെ, ഒരു കാര്യം കൂടി വ്യക്തമാക്കുന്നു. നിന്റെയും നിന്റെ അഭിഭാഷകന്റെയും അനുവാദത്തിനായി ഇനിയും കാത്തു നിൽക്കാൻ ഞാൻ തയ്യാറല്ല. ആ പരാതിയുടെ പകർപ്പ് ഞാൻ പുറത്തു വിടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പുള്ളി ഒരു പരാതിയുടെ പകർപ്പ് പുറത്തു വിട്ടിട്ടുണ്ട്. ആ പകർപ്പിനകത്ത് വലുതായിട്ടൊന്നുമില്ല, എങ്കിലും ഞാൻ ആ പകർപ്പ് ഞാനിവിടെ വെക്കാം. നിങ്ങൾ കണ്ടു. അതിനകത്ത് നമുക്ക് എടുത്തു പറയാനുള്ളത് 1-2 കാര്യങ്ങളുണ്ട്. ഞാൻ ഓട്ടിച്ചൊന്ന് വായിക്കാം. ആ പരാതി വായിക്കാൻ പറ്റത്തില്ല കേട്ടോ, ഞാൻ ഇവിടെ വെക്കാം, നിങ്ങൾ വേണമെങ്കിൽ വായിച്ചോ. ഇത് വേറെ ഒന്നുമല്ല. ഇതൊക്കെ ബഹുമാനപ്പെട്ട സാർ, എൻ്റെ കുടുംബത്തിൽ ഞാൻ എൻ്റെ ഭർത്താവ് മൂലം അനുഭവിക്കുന്ന പ്രയാസങ്ങളെ കുറിച്ച് ഞാൻ ഇന്നേ ദിവസം, അതായത് ഈ പരാതി എന്ന് വെച്ച് കഴിഞ്ഞാല് ഇന്നേ ദിവസം മറ്റേ മെസ്സേജ് വന്നു, പിന്നീട് എന്നെ ഭർത്താവ് മെസ്സേജ് വന്നു, അതിന് എന്നെയും എൻ്റെ ഭർത്താവിനെയും വിളിച്ചു നിർത്തിക്കൊണ്ട് ഇത് ചോദിക്കണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു പരാതി. അതിനുശേഷം അതിൻ്റെ താഴെ അതിനോടൊപ്പം ഈ പരാതിയിൽ മറ്റൊരു സംഭവം പറയുന്നുണ്ട്. അതിങ്ങനെയാണ്, അതായത് എന്നാൽ ഈ ഒരു മെസ്സേജ് കണ്ട് എൻ്റെ ഭർത്താവ് കാണുകയും അന്നു മുതൽ എന്നെ ശാരീരികമായും മാനസികമായും ഉപദ്രവിക്കുകയും ചെയ്തു. ഇതാണ് അതിനകത്ത് പോയിന്റ്. ഈ മെസ്സേജ് കണ്ട് എൻ്റെ ഭർത്താവ് എന്നെ ശാരീരികമായിട്ടും മാനസികമായിട്ടും ഉപദ്രവിച്ചു എന്ന് പറയുമ്പോൾ എന്തുകൊണ്ട് അവിടുത്തെ പോലീസ് സ്റ്റേഷനിൽ പരാതി എടുത്തില്ല എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വരും.
ഇതിനകത്ത് കൃത്യമായിട്ട് ഒരു പരാതി രൂപേണേ ഒരു പോലീസ് സ്റ്റേഷനില് എന്തുവന്ന് പറയുകയാണ്, എന്റെ ഭർത്താവ് എന്നെ ഈ ഒരു മെസ്സേജ് കൊണ്ട് ശാരീരികമായിട്ടും മാനസികമായിട്ടും എന്നെ ഉപദ്രവിച്ചു എന്ന് പറയുമ്പോൾ സ്വമേധയാ എന്തുകൊണ്ട് ഈ പോലീസുകാരനെ കേസെടുത്തുകൂടാ എന്നുള്ളത് ക്വസ്റ്റ്യൻ അവിടെ വരും. ഇവിടെ ഈ മിഥിലാൽ പറഞ്ഞു വയ്ക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ലാസർ ഖൈമയിൽ പോയപ്പോൾ അവിടെയുമായി ബന്ധപ്പെട്ട് എന്തോ ഒരു ഇല്ലീഗലോ അല്ലെങ്കിൽ നമുക്ക് എന്താ പറയുന്നത് ഒരു എന്തോ ഒരു സംഭവം നടന്നു. പല ഫോട്ടോകളും ഈ പറയുന്ന ലക്ഷ്മിപ്രിയവുമായിട്ട് എന്തോ ഒരു ഫോട്ടോകൾ പലരും കണ്ടിട്ടുണ്ട്. അത് ഇവര് പറയുന്ന ആ ഒരു ബിസിനസ്, അതായത് ഏതോ പെണ്ണുങ്ങളെ ഉൾപ്പെടെ കച്ചവടം ചെയ്യുന്ന ഒരു സംഭവം പറഞ്ഞില്ലേ, അതുമായി ബന്ധപ്പെട്ട് എടുത്ത ഫോട്ടോയാണ്. അല്ലെങ്കിൽ ലക്ഷ്മിപ്രിയയുടെ കൂടെ നിന്ന വ്യക്തി ഈ ഒരു പെൺവാണിഭ സംഘത്തിലോ അല്ലെങ്കിൽ പെണ്ണുങ്ങൾ ഈ പറയുന്ന പിന്നീട് അവയവ കടത്ത് അങ്ങനെയുള്ള അല്ലെങ്കിൽ മനുഷ്യക്കടത്ത് അങ്ങനെയുള്ള സംഭവത്തുമായി ബന്ധപ്പെട്ട ആളുമായിട്ട് ഈ ലക്ഷ്മിപ്രിയ ഫോട്ടോ എടുത്തിട്ടുണ്ട്. അപ്പം അതിന്റെ വിവരം ഈ അൻസിബരിൽ ഉണ്ടോ എന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ടാണോ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു വരുത്തിയത് എന്നുള്ളത്. അതാണ് വീണ്ടും വീണ്ടും ചോദിക്കുന്നത്. അങ്ങനെ ഒരു ഫോട്ടോ ഉണ്ടെങ്കിൽ താ എന്ന്. അപ്പോൾ ഉണ്ടെങ്കിൽ അത് അവിടെ വെച്ച് ആ ഡീൽ ചെയ്യും. അപ്പം അൻസിബ ആ ഫോട്ടോ കൊടുക്കുകയോ എന്റെ ഇല്ല എന്ന് പറഞ്ഞ് ഒഴിയുകയാണ് ചെയ്തത്. അപ്പം അതിനർത്ഥം അൻസിബയുടെ കയ്യിൽ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സംഭവം തെളിവ് അവരയിലുണ്ട്. അപ്പൊ ലക്ഷ്മിപ്രിയ ശ്രമിച്ചത് അല്ലെങ്കിൽ ലക്ഷ്മിപ്രിയ പരാതിയിലൂടെ ശ്രമിച്ചത്, പരാതി കൊടുത്ത് ശ്രമിച്ചത്, അതിന്റെ തെളിവ് ഞാനും ഈ പറയുന്ന മനുഷ്യക്കടത്തുമായി ബന്ധപ്പെട്ട് യുവതികളെയും ഒക്കെ കടത്തുന്ന അതുമായി ബന്ധപ്പെട്ട് എനിക്കുള്ള ബന്ധം അറിയിക്കുന്ന അല്ലെങ്കിൽ തെളിയിക്കുന്ന തെളിവ് ഈ പറയുന്ന അൻസിബയുടെ കയ്യിലുണ്ടോ, അത് സ്റ്റേഷനിൽ വിളിച്ചു ചേർത്തി കുടഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു ഉത്തരം കിട്ടുമല്ലോ എന്ന് കരുതിയാണോ കേസ് കൊടുത്തത് എന്നാണ് മിഥിൽ രാജ് അവിടെ പറയുന്നത് എന്നുള്ളത്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഇപ്രാവശ്യം നീ കിണിച്ചില്ലേ, നീ വാപൊത്തി ചിരിച്ചൊരു പോസ്റ്റ് ഇട്ടില്ലേ, അതുപോലെ ജനങ്ങൾ നിന്നെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുമ്പോൾ അട്ടഹസിച്ച് ചിരിക്കും എന്നുള്ളതാണ്. അത് 1-2 പോസ്റ്റുകളൊന്നുമല്ല, സോഷ്യൽ മീഡിയ നിറയെ തനിക്കെതിരെയുള്ള അഹങ്കാരെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നത് കാണാൻ വേണ്ടി തന്നെയാണ് ഇരിക്കുന്നത്. അത്രയും അഹങ്കാരം ഈ പറയുന്ന അഹത്തിന്റെ ഇടയിൽ വരെ വെച്ചുകൊണ്ടാണ് നടക്കുന്നത്. മനസ്സിലായേ? ഇപ്പൊ നിങ്ങൾ ചിരിച്ചില്ലേ, നാളെ നിങ്ങൾ കരയും. ഇതിനകത്ത് ജാമ്യമില്ലാ വകുപ്പ് എടുത്ത് തന്നെ ഒരാഴ്ച ഇവിടെ കൊണ്ട് പോലീസ് സ്റ്റേഷനിൽ ഇടണം എന്നുള്ളതാണ്. വെറും ഒരു കയപ്പമില്ലാത്ത ഒരു പരാതിയിൽ ആ അൻസിബയെ വിളിച്ച് നീ 3-4 മണിക്കൂർ അവിടെ ഇട്ട് നിന്റെ അട്ടഹാസമൊക്കെ ചെയ്തല്ലോ. അപ്പോ ഇത് താങ്കളും ഒന്ന് അനുഭവിക്കണം. എന്താണ് പോലീസ് സ്റ്റേഷൻ, എന്താണ് പിന്നീട് സെല്ല്, എന്താണ് ജയില് എന്നൊക്കെ താങ്കളും ഒന്ന് അനുഭവിക്കുന്നത് നന്നായിരിക്കും. ഇതിനോടൊപ്പം ഒരു കാര്യം പറയാൻ വിട്ടുപോയി. ഈ അൻസിബ എന്താണ് ഈ പറയുന്ന അൻസിബ തന്റെ ഇൻസ്റ്റാ പോസ്റ്റിൽ ഒരു പോസ്റ്റ്, ലാലേട്ടനുമായിട്ടിരിക്കുന്ന ഒരു പോസ്റ്റ്, അതായത് ഫീൽഡിലായാലും ഓൺ സ്ക്രീനിലായാലും ഓഫ് സ്ക്രീനിലായാലും എന്നോടൊപ്പം എന്ന് പറഞ്ഞുകൊണ്ട് ലാലേട്ടന്റെ സപ്പോർട്ട് എന്ന് വരുത്തുന്ന ഒരു പോസ്റ്റും അൻസിബ തന്റെ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ്. ആ പോസ്റ്റ് ഞാൻ ഇവിടെ കൊടുക്കുന്നത്.